അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസുഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ പോകുന്ന അറിവ്, സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ദുആ സ്വീകരിക്കുന്നില്ല, ഞാൻ എത്രയൊക്കെ ദുആ ചെയ്തിട്ടും എൻ്റെ ദുആ എന്തുസ്താദെ സ്വീകരിക്കാത്തത്, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എന്താണ് മുടങ്ങിപ്പോകുന്നത്, അത് നടക്കുവാൻ ഇത്ര താമസം എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. ചില ആളുകൾക്ക് ദുആ പെട്ടെന്ന് സ്വീകരിച്ച് പെട്ടെന്നത് സാധ്യമാകാറുണ്ട്, ജീവിതത്തിൽ അത് നടന്നു കാണാറുമുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ചിലർക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് താമസം എടുക്കും. അതുമല്ല, മറ്റു ചിലർക്കാണെങ്കിൽ കുറെ താമസിച്ച് നടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അത് നടക്കുകയില്ല, ആ സാഹചര്യം തന്നെ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അപ്പോ സുജൂദി കിടന്നുകൊണ്ട് നമ്മൾ ഈ ദുആ ചൊല്ലുകയാണെങ്കിൽ, ഏതാണ് ആ ദുആ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إني أسألك بأنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞു വന്ന ദുആ ഇതാണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ദുആ കാണാതെ പഠിക്കുക. പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തായാലും സുജൂദിൽ പോയിട്ട് നമുക്ക് ചൊല്ലുവാൻ കഴിയുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 10 15 തവണ ചൊല്ലുകയാണെങ്കിൽ നമുക്കത് മനഃപ്പാഠമാക്കുവാൻ വേണ്ടി സാധിക്കും. മനഃപ്പാഠമാക്കാൻ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, അല്ലേ? അതായത് 2 വരിയേ ഉള്ളൂ, അതും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ചെറിയ 2 വരികളിൽ തുടങ്ങുന്ന ഈ ദുആ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ആദ്യം കാണാതെ തന്നെ പഠിക്കുക. പഠിച്ചിട്ട് നമുക്ക് സുജൂദിൽ പോകുന്ന സമയത്ത് നമ്മൾ സാധാരണ ചൊല്ലുന്ന ആ 3 പ്രാവശ്യമുള്ള ചൊല്ലിയിട്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന 3 പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം ഈ ദുആ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ആവശ്യം മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് വേണം ചൊല്ലാൻ വേണ്ടിയിട്ട്. നമുക്ക് മലയാളത്തിലുള്ള ദുആ ചൊല്ലുവാൻ സുജൂദിൽ പാടുള്ളതല്ല. അറബിയിൽ ഏത് ദുആ വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു, പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് ഇൻഷാ അല്ലാഹ് അത് ജീവിതത്തിൽ അത് പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം ലഭിക്കുമെന്ന് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഇൻഷാ അല്ലാഹ് ഈ ചെറിയ ദുആ നിങ്ങൾ മനഃപ്പാഠമാക്കിയിട്ട് ദുആയ്ക്ക് ഉത്തരം കിട്ടുവാൻ വേണ്ടി നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലുക. അതുപോലെ തന്നെ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ മലയാളത്തിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതും കണ്ട് പഠിക്കുക, അല്ലെങ്കിൽ ഓതുക. ഏറെക്കുറെ ആളുകൾക്ക് അറിയില്ല എങ്കിൽ ഇതും കൂടി കണ്ട് ഓതി പഠിച്ച് അതിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, നമ്മുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ദുആ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലുക. തീർച്ചയായിട്ടും ദുആയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് വെറുതെ പറയുന്നതല്ല, നിങ്ങളിത് ചൊല്ലുകയാണെങ്കിൽ ഞാൻ പറയുന്നത് കാര്യമായിട്ടെടുത്ത് ഇത് പഠിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ, നമുക്ക് എപ്പോഴും, അതായത് ദുആ സ്വീകരിക്കുന്ന സമയമെന്ന് അള്ളാഹു നമ്മോട് കൽപ്പിച്ച സമയങ്ങളിൽ ഒന്നാണ് ഏത്? ഏറ്റവും നല്ല സമയങ്ങളിൽ ഒന്ന് സുജൂദാണ്. സുജൂദിൽ കിടന്നുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ദുആ സ്വീകരിക്കാമെന്ന് അള്ളാഹു നമുക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് എല്ലാവരും ഇത് പഠിച്ച് നമ്മുടെ ദുആ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് സുജൂദിൽ കിടന്നുകൊണ്ട് തന്നെ ഇത് ഓതുക. മലയാളത്തിൽ ചൊല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മലയാളത്തിൽ ഒന്നും പറയരുത്, മലയാളത്തിൽ പറയാൻ പാടുള്ളതല്ല. നമ്മൾ സുജൂദിൽ കിടന്നുകൊണ്ട് അറബിയിൽ ഉള്ള ദുആ മാത്രമേ നമുക്ക് ചൊല്ലുവാൻ പാടുള്ളൂ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ചൊല്ലുക. അതുകൂടാതെ തന്നെ എല്ലാവരുടെ ദുആയും അള്ളാഹു സ്വീകരിക്കാത്ത ദുആയെല്ലാം അള്ളാഹു സ്വീകരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം അള്ളാഹു നിറവേറ്റി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണുക. ഇത് ഈ അറിഞ്ഞുകൂടാത്തവർക്കെങ്കിലും കൂടി ഈ ദുആ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ കിട്ടുന്നത്
ജാരിയായ സ്വതക്കയാണ്. ആ സ്വതക്ക നിങ്ങൾ ഇൻഷാ അല്ലാഹ് കളയാതിരിക്കുക. തീർച്ചയായിട്ടും പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.